ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സെല്ലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് എല്ലാ ലാംഗ്വേജിലും വന്നിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഈ 4 ലാംഗ്വേജുകളിലും വന്നിട്ടുള്ള മൂവി ട്രെയിലേഴ്സിൻ്റെ ഒരു റിവ്യൂവിലേക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോകുന്നത് ജേസൺ സാത്തം നായകനാകുന്ന എ വർക്കിംഗ് മാൻ എന്ന സിനിമയുടെ ട്രെയിലറാണ്. ചിത്രം തിയേറ്ററിൽ വരാമെന്ന് മാർച്ച് 28 ഇന്ത്യയിൽ പൊതുവിൽ വലിയ ഫാൻസ് ഉള്ള ആളാണ് ജേസൺ സാത്തം. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസും സ്റ്റണ്ടും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പടം വർക്കിംഗ് മാൻ ആൻഡ് ട്രെയിലറിലേക്ക് ഒന്ന് പോവാം. So listen, today's going to be hard. Let's all go home with the same amount of fingers that we came with. Let's get it. Amazon Studios ആണ് എൻ്റെ പ്രൊഡക്ഷൻ. When my wife passed and I left the Royal Marines, a lot of people would have given up on me. You gave me a job. You were patient with me. You, Carla, Jenny, you're my family. Excuse me, it's not your business. I'm good, boss. Levin, was that some military shit? Hey, you didn't see anything. Just get my back if I ever need it. Jenny's missing. She went out with her friends on Friday. The police don't have the resources to work these cases. They take a report and forget about it. Please, find our daughter. Where's the girl? You a cop? You wish I was a cop. Yo, these guys are next level. Look at those bricks. You ain't a cop. You're a working man. That's right. Let's play. This isn't just some kidnapping. This is human trafficking. Remember Gunny? Your blind war buddy that doesn't know he's blind? That's the one. You shot a foot to the left, I'll be dead. I wanted you dead, you'd be dead. I will be your weapon sommelier for this evening. This is the real beast here. M14. Pulled direct from Saddam's palace. Then I added a Bluetooth scope. Where is she? There's a special place, high rollers only. They can do anything as long as they pay. Gangs, the mob, corrupt government officials, they're all involved in human trafficking. You're in the payroll too. You killed your way into this. You're gonna have to kill your way out of it. Food as much. All of this is for a girl. I'm not stopping until I bring her home. That's for slapping that woman. That woman was my wife. That's for slapping your wife. Who are you? What are you? ഗംഭീര ആക്ഷൻ സീക്വൻസുകളാണ് പടത്തിൽ. ഡേവിഡ് എയറാണ് സിനിമയുടെ ഡയറക്ടർ. ബീ കീപ്പർ, ലാസ്റ്റ് വന്ന ജേസൺ സാത്തത്തിൻ്റെ സിനിമയായിരുന്നു ബീ കീപ്പർ. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ബീ കീപ്പർ. ആ സെയിം ഡയറക്ടർ, സെയിം കോമ്പിനേഷൻ വരുന്ന സിനിമയാണ് വർക്കിംഗ് മാൻ. സിനിമ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ടേക്കൺ എന്ന് പറഞ്ഞ മൂവിയുണ്ട് ലിയാം നീസൻ്റെ. ആ സെയിം പ്ലോട്ട് ലൈനിൽ വരുന്ന ഒരു സിനിമയാണ്. ആ പ്ലോട്ട് ലൈനിൽ വരുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതായത് സ്പെഷ്യൽ സ്കിൽസുള്ള, ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്കില്ലെല്ലാം ഭയങ്കരമാണ്. സംഭവം വില്ലന്മാർ വന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കോ പണി കൊടുക്കുന്നു. അദ്ദേഹം അങ്ങോട്ട് തിരിച്ച് അവിടെ മൊത്തം ആടിച്ചോതി റെഡിയാക്കുവാണ്. ഇതാണ് ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോൺ വിക്കിൻ്റെ ആയാലും ടേക്കൻ്റെ ആയാലും ബീ കീപ്പറിൻ്റെ ആയാലും ഈ വർക്കിംഗ് മാൻ്റെ ആയാലും പ്ലോട്ടെന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. പക്ഷേ ഇതിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ആക്ഷൻ സീക്വൻസിൻ്റെ കൊറിയോഗ്രാഫി, അതിൻ്റെ ഒരു പേസ് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഗംഭീരമായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ മാർച്ച് 28 തന്നെ ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ ശ്രമിക്കുക. ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ് വർക്കിംഗ് മാൻ. അടുത്ത് നമുക്ക് വേറൊരു സിനിമയുടെ ട്രെയിലറുണ്ട്. ഈ ട്രെയിലറിന് വേണ്ടി നോവാ കെയ്ൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ നോവാ കെയ്ൻ എന്ന് പറയുന്ന സിനിമ, ഇതിൻ്റെ ഒരു പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം.
Hey, it's Jack Quaid. The Novocaine trailer starts now. So, what's your deal? My deal? I'm just a regular guy with a regular job, but I've got this condition where I don't feel pain. Hey, there we go. Oh my god, you're a superhero. Can you feel this? Definitely feeling something. Last night was amazing. Open the vault! Cops are here early! We need a hostage. Let's go! Oh my God, what am I doing? I just want to know where Sherry is. You ever fired a gun before? So those are definitely third degree, so you're gonna want to run it under some cool water. Hey man, you okay? Why don't you just call the police? You think I'm in on this? Manslaughter, Grand Theft Auto. Do you know what it's like to wait your whole life to meet someone? Someone who finally gives your life meaning? Would you wait around for someone else to save her? Or would you do it yourself? What the fuck is that? Heads up! Oh, sorry. It's fine. What happened to your face? You should see the other guy. Tell me everything you know. What's his name? You gotta be careful, dude. You can still die. You're not Wolverine. You understand pain? Oh! No! Stop it! Ah! Wow, that hurt! That one hurt the most! Novocaine? It is you! I thought you'd be dead by now. Well, I'm not. It's fucking Novocaine! And he's not fucking dead! നോവോക്കെയിൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ വളരെ ആകസ്മികമായാണ് കണ്ടത്. മാർച്ച് 14 തീയതിയാണ് ഇതിൻ്റെ റിലീസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ മാർച്ച് മാസം പൊതുവിൽ ആക്ഷൻ സിനിമകളുടെ ഒരു ചാകരയാണെന്നാണ് തോന്നുന്നത്. ഈ സിനിമയിൽ ജാക്ക് കോയിഡാണ് നായക കഥാപാത്രമായി വരുന്നത്. സിനിമയുടെ ട്രെയിലർ അനുസരിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് പ്ലോട്ട് എന്നത്. അതായത് ജാക്ക് കോയിഡിൻ്റെ ക്യാരക്ടറിന് വേദന അറിയാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഒരു ബാങ്ക് റോബറിക്ക് ഇടയിൽ വെച്ചിട്ട് വില്ലന്മാരൊരു ഹോസ്റ്റേജ് ആയിട്ട് തട്ടിക്കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാൻ പോകുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രസകരമായ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു കോമഡി ആക്ഷൻ ജോണറിലാണ് പടം വരുന്നത്. ആക്ഷൻ സീക്വൻസുകളുടെ ഒരു പേസിങ്ങും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും ഈ സിനിമയുടെ ഒരു സക്സസ് ഫാക്ടർ. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. ജന്മന ചില ആൾക്കാർക്ക് വരാറുള്ള അസുഖമാണ് ഈ വേദന തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ മോസ്റ്റ് ഓഫ് ദം അഡൾട്ട് ഏജ് എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടാകുന്നത്. കാര്യം പല വേദനകളും അവർക്ക് അറിയാൻ സാധിക്കാതെ വരികയും അത് അസുഖങ്ങളായി മാറുകയും അവർ മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ അദ്ദേഹം അഡൾട്ട് ലൈഫിലോട്ട് എത്തുന്നു. ദെൻ ഈസ് ഗോയിങ് ഓൺ എ റാംപേജ്. അതാണ് ആ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് വെച്ചാൽ. ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ലൈൻ ആൻഡ് പ്ലോട്ടാണ്. ഇനി മൂന്നാമത്തെ ഇംഗ്ലീഷ് സിനിമ, ഇന്ന് കുറേ സിനിമകളുണ്ട് നമുക്ക് ട്രെയിലർ നോക്കാനായിട്ട്. മൂന്നാമത്തെ ഇംഗ്ലീഷ് സിനിമ അമച്വർ എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ അമച്വറിൽ റാമി മാലിക്കാണ് നായകനായിട്ട് വരുന്നത്. നമ്മൾ ആമസോണിൽ റോബോട്ട് എന്ന് പറയുന്ന വെബ് സീരീസിലൂടെ ഫേമസ് ആയ പുള്ളിയാണ്. പിന്നെ ബൊഹീമിയൻ റാസ്പിഡി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അവാർഡ് കിട്ടിയ ഒരു സിനിമയുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടുനോക്കാം. You ever wonder what they do with all the stuff you dig up for them? That's not my job. No, but you never wonder? No, it's the CIA. I gotta trust that they'll make the right call. Maybe it's better not to know. Love you. Love you. Bye. Bye. Charlie, I think you need to see this. What is this? Your wife has been killed. What you do is very important to what we do.
Let us handle this. I want mission-specific training, cash, and a new identity. Have you lost your mind? I want to find and kill the people who murdered my wife. I don't think you could beat a 90-year-old nun in an arm wrestling match. I want to face my wife's killers, look them in the eyes, and balance the scales. Take it. Take it! Point it at my chest! Do it now! Put your finger on the trigger. You can't do what I do no matter how much I train you. You're just not a killer, Charlie. You're just a nerdy fella that works on computers. But what you're doing is gonna kill you. Do you ever account for the things I'm good at? You held a gun to my wife's head. This is a remote that controls a device that's been decompressing the glass beneath you. You have the wrong person. No, I have exactly the right person. We got a ping in Rome. He's in London. He just got on a bus in Prague. He practically invented half of our surveillance. Maybe y'all misjudge this individual. This ends here. You recognize her? If you jump really fast, you might survive the blast. Wait! ഈ 3 ട്രെയിലർ ഇന്ന് ഇംഗ്ലീഷ് സിനിമകളിൽ നമ്മൾ നോക്കുന്ന ലാസ്റ്റ് ട്രെയിലറാണ് ഈ ദ അമച്വർ എന്ന ചിത്രത്തിൻ്റെത്. വർക്കിംഗ് മാനിലെയും നോവോക്കെയിനിലെയും അമച്വറിലെയും കൂടെ ട്രെയിലർ 3 നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമച്വറിലെ ട്രെയിലറാണ്. അതിൽ റാമി മാലിക്കിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ. പല ഡയലോഗുകളും മേ ബി യു മിസ്ഡ് ദ ഇൻഡിവിജ്വൽ ഓർ ലൈക്ക് വൈ ഡോണ്ട് യു അക്കൗണ്ട് ഫോർ ഡിഡ് യു അക്കൗണ്ട് ഫോർ ഹാഫ് ഓഫ് തിങ്സ് ഐ എം ഗുഡ് അറ്റ്. സോ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ഭയങ്കര തിയേറ്ററിൽ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഗൂസ് ബമ്പിങ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നല്ല. സിനിമയുടെ ഒരു 1 ലൈൻ പ്ലോട്ട് എനിക്ക് തോന്നുന്നില്ല 1 ലൈൻ പ്ലോട്ട്. അദ്ദേഹം CIAയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ടെറർ അറ്റാക്കിനിടെ കൊല്ലപ്പെടുന്നു. സോ ഹീ ഗോസ് ഓൺ ഹണ്ടിങ് ഫോർ ഓൾ ദ പീപ്പിൾ ഹു കിൽഡ് ഹിസ് വൈഫ് എന്ന ആ ഒരു മോഡൽ പോകുന്നൊരു പടമാണ്. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ട്രെയിൻഡ് കില്ലറൊന്നുമല്ല. ഇദ്ദേഹം ഒരു സർവൈലൻസ് മിഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. ആ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അയാൾ വില്ലന്മാരെ എങ്ങനെ വകവരുത്തുന്നു എന്നൊക്കെ ഉള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ടും ഒരു നല്ല ലോറൻസ് ഫിഷ്ബോണുണ്ട്. അങ്ങനെ നല്ലൊരു കാസ്റ്റും ഒക്കെ ഉള്ള സിനിമയാണ്. ഏപ്രിൽ 11 ചിത്രം തിയേറ്ററിലെത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഈ 3 സിനിമകൾ. വർക്കിംഗ് മാൻ, നോവോക്കെയിൻ, ഏപ്രിൽ 11 വർക്കിംഗ് മാൻ, നോവോക്കെയിൻ, ദ അമച്വർ. ഇത് 3ഉം നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പൈസ വസൂലാകുന്ന സിനിമകളാണ്. എന്നാലും സിനിമകൾ ഇറങ്ങുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂ ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലീഷ് ട്രെയിലറുകളുടെ റിവ്യൂ നമുക്കിവിടെ തീർന്നു. ഇത് നമുക്ക് ഹിന്ദി സിനിമകളുടെ ട്രെയിലറിലേക്ക് പോകാം. ലാസ്റ്റ് മന്ത് വന്നതിൽ ഏറ്റവും എക്സ്പെക്റ്റേഷനുള്ള ഹിന്ദി ട്രെയിലർ ദേവയാണ്. റോഷൻ ആൻഡ്രൂസ് ഡയറക്റ്റ് ചെയ്ത് ഷാഹിദ് കപൂർ നായകനായി വരുന്ന സിനിമയാണ്. ഭയങ്കരമായ ഒരു നല്ല ടെറിഫിക് മേക്കിംഗ് നമുക്ക് അതിൻ്റെ ട്രെയിലർ കാണുമ്പോഴേ ഫീൽ ചെയ്യുന്ന ഒരു ട്രെയിലറാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ ട്രെയിലറിലേക്ക് उन्होंने हमारे फंक्शन में घुस के हमारे भाई पे गोली चलाई और उसे मार दिया. अब हमारी बारी है. अब हम घुसेंगे हर उस गली में, हर उस सिस्टम में, हर उस एरिया में जिसको हमने खुला छोड़ा हुआ है. चल चल पटक तुम मार, चल चल पटक. And this time I want full freedom. चल चल. This hooliganism has to stop. आर्टिकल छपा है तुम्हारे बारे में, पुलिस या माफिया. I am mafia.
तेरा गुस्सा है यार, डर है तेरा। ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഹോപ്പ് തരുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറാണ്. അതിന് പല റീസൺസ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ മേക്കിങ്ങും ഷാഹിദ് കപൂറിൻ്റെ പെർഫോമൻസും വളരെ ഗംഭീര പെർഫോമൻസാണ് പുള്ളിയുടേത്. ഇത് ഒഫീഷ്യലി നമ്മൾ മുംബൈ പോലീസിൻ്റെ റീമേക്ക് ആണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് പടത്തിന് അവിടെ ആയിട്ടുണ്ട്. അതായത് പോലീസാണോ മാഫിയാണോ, അതിൽ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിന് അങ്ങനെയാണല്ലോ, ഇത് പോലീസാണോ ഗുണ്ടയാണോ എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ആ സാധനം വരുന്നുണ്ട്. എന്നാൽ പടത്തിൻ്റെ അവസാനത്തെ എലമെൻറ്റ്, ആ ട്രെയിലറിൻ്റെ അവസാനത്തെ ഷോട്ട് നിൽക്കുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് തൻ്റെ കൊളീഗ് പറഞ്ഞിട്ടും ഷൂട്ട് ചെയ്യാതെ നിൽക്കുന്ന പോലീസ് ഓഫീസറാണ്. അദ്ദേഹം കണ്ണാടിയിലോട്ട് നോക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എലമെൻറ്റ്സ്, മുംബൈ പോലീസിൻ്റെ ഒരു ടച്ച് ഈ പടത്തിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചിത്രം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം മുംബൈ പോലീസ് ഡയറക്റ്റ് ചെയ്ത റോഷൻ ആൻഡ്രൂസ് ആണ്. സോ പോസിബിളി ഇതിന് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ട്രേസസ് മാത്രം എടുത്തിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. എന്തായാലും വലിയ എക്സ്പെക്റ്റേഷനാണ് എനിക്ക് ഈ സിനിമയുടെ പുറത്തുള്ളത്. ഈ ജനുവരി 31 ചിത്രം തിയേറ്ററിൽ വരുന്നത്. ഇപ്പോൾ ബേബി ജോൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ആകെ ബോളിവുഡിനെ നിരാശപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇതൊരു പോലീസ് കോപ്പ് മൂവി ആണെങ്കിൽ അത് ഒട്ടും തന്നെ വർക്കൗട്ട് ആയില്ല. പക്ഷേ ദേവ എനിക്ക് തോന്നുന്നു വലിയ സക്സസ്സായി മാറുമെന്ന് തോന്നുന്നു. കാര്യം അതിൻ്റെ ഒരു മേക്കിങ്ങും ആ പടത്തിൻ്റെ ഒരു ഓവറോൾ ഒരു ഫീലും ഒക്കെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്ററിനുള്ള എല്ലാ സാധ്യതകളും തുറന്നിടുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാലും പടം കണ്ടിട്ട് റിവ്യൂ ഇടാം. അടുത്ത ട്രെയിലറിലേക്ക് നമുക്ക് പോകാം. അടുത്ത ട്രെയിലർ വലിയ പ്രതീക്ഷകളൊന്നും ഉള്ള ഒരു ട്രെയിലറല്ല. പക്ഷേ സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പടം വന്നു. 24 ചിത്രം തിയേറ്ററിൽ വരുന്നത്. അടുത്ത ആഴ്ചയാണ് ഇത് തിയേറ്ററിൽ വരുന്നത്. അക്ഷയ് കുമാറാണ് പടത്തിൽ ഹീറോ ആയിട്ട് വരുന്നത്. ദിനേശ് വിജനാണ് സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹം വേറെയും ഒരുപാട് സിനിമകൾ ഹിന്ദിയിൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അടുത്ത ലാസ്റ്റ് ഒരു ഹിന്ദി മൂവിയിലേക്ക് പോയത്. മൂവിയല്ല, ഇത് സീരീസ് ആണെന്നാണ് തോന്നുന്നത്. ഹിസാബ് ബറാബർ എന്ന് പറഞ്ഞിട്ട് മാധവൻ വരുന്ന ഒരു സ്റ്റോറിയാണ്. അതും 24th ആണ്, C5 അത് ഈ സീരീസ് വരുന്നത്. ഇതിൻ്റെ ട്രെയിലറിലേക്ക് നമുക്കൊന്ന് പോവാം. भाई साहब कितना बताया था आपने? कितनी बार पूछोगे आप? पूछना पड़ता है ना, पैसे का मामला, वो भी 27 रुपए 50 पैसे का। जब हमारे अकाउंट में से 27 रुपए 50 पैसे मिसिंग है, कंप्लेन लिख के लाया हूँ। ये देखिए, सब कुछ रेडी। हिसाब बराबर। ये हैं TTE राधे मोहन शर्मा। भाई रेलवे का हिसाब बिगड़ सकता है, मगर इनका हिसाब हमेशा बराबर। होल्ड, ये लीजिए। ठीक है, छुट्टा नहीं है, या तो टॉफी खा लो या पट्टी कर लो। हिसाब बराबर। मैं एक बात कही आपको, पहले इस्तेमाल करे फिर विकास करे, फ्री फुकट में ना अपना चलाया करे। 4 दिन बचे रिटर्न फाइल करने के, तू कर दे। रिटर्न साहब मैं सीए थोड़े हूँ, तो मेरे वाला कौन सा सीए है? आपकी सेविंग अकाउंट में हर महीने कम इंटरेस्ट आता है। आपको ना बैंक के अगेंस्ट कंप्लेन करना चाहिए। इतना टाइम नहीं है मेरे पास। अरे ये बहुत बड़ा स्कैम हो सकता है। आप जानते हैं बैंक में किसका पैसा है? गवर्नमेंट बैंक का। आजकल लोग पैसे से ज्यादा लाइक्स और इंटरनेट डेटा का हिसाब रखते हैं। कि 10-20 रुपए के पीछे कौन भागता है? यही है इसका तरीका। कभी 10 रुपए, कभी 20 रुपए, कभी 50, कभी 100। 2400 करोड़। ये है असली स्कैम। कल को कोई भी एरा गहरा कि ये बोले कि फलाना बैंक चोर है और हम बैंक की इंक्वायरी शुरू कर दें। ये सब अपने फायदे के लिए नहीं कर रहा। अगर लोगों के 1-2 दिन का इंटरेस्ट उड़ा के मैंने कुछ 1000 करोड़ कमा लिए तो क्या हो गया? लोगों से चोरी के पैसे वापस कर दीजिए। पापा! आपको पता है आपका USP क्या है? आप वही पन्ने देखते हैं जहाँ हिसाब गलत होता है। ये लोगों के पैसे हैं, हिसाब कौन देगा? ईमानदारी आई है, बड़ी जोर से आई है। केस आपने ओपन करवाया है, तो रास्ता भी आपको ढूंढना पड़ेगा। है वो टोपी हमको पहनाई है। जेल भेज दिया, घर तोड़ दिया, अब क्या चार से मार देंगे? अरे मरते तो वो भी हैं जो हिसाब नहीं मांगते। मिलेनियम में उनके हमारी पाई है। पर अब ये नया इंडिया है सर जी, ये छोड़ेगा नहीं, सबका करेगा हिसाब बराबर। हिसाब बराबर, हिसाब बराबर।
സീരിയസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് 100% ഇപ്പോഴും അതിനകത്ത് ഉറപ്പില്ല. ഞാൻ C5 വരുന്നതുകൊണ്ട് അവരെന്നെ റിലീസ് ചെയ്യുന്ന മൂവിയാണോ ഇത് അവരെന്നെ സീരിയസ് ആണോ എന്നുള്ളത്. പക്ഷേ കിടിലം പെർഫോമൻസ്. മാധവൻ, നീൽനിധി മുകേഷ്, അശ്വിനി ധർ, അങ്ങനെ ഗംഭീരമായ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ് പടത്തിൽ വരുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ചെറിയ കാശ് അടിച്ചു മാറ്റുന്നു, എന്നിട്ട് വലിയ എമൗണ്ടുകൾ മാറ്റുന്നു. അത് ശരിക്കും നടന്നൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ അവരങ്ങനെ പറയുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു വലിയ പ്രമുഖമായ ഒരു ബാങ്കിൻ്റെ ബാക്ക് ആൻഡ് സോഫ്റ്റ്വെയറിൽ എവറി ടൈം ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ 10 പൈസ 20 പൈസയൊക്കെ ഒരാളുടെ അക്കൗണ്ടിലോട്ട് മാറുന്ന രീതിയിൽ ഒരു ബാക്ക് എൻഡിലൊരു ചേഞ്ച് നടത്തുകയും പിന്നീട് അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഭയങ്കര വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നല്ല ഒരു സ്റ്റോറി ലൈനുള്ള നല്ലൊരു പ്ലോട്ടുള്ള ചിത്രമാണ് ഹിസാബ് ബറാബർ. ഞാൻ വീണ്ടും ചിത്രം എന്ന് പറയുന്നത് സീരിയസ് ആണോ എന്ന് പറയുന്നത് എന്തായാലും വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഞാൻ എന്തായാലും കാണും. ഈ 24-നാണ് C5 വരുന്നത്. അപ്പോൾ തീർച്ചയായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത് തമിഴ് സിനിമയിലേക്ക് പോകാം. ആദ്യത്തേത് ഇനി തമിഴ് സിനിമയിലേക്ക് പോകുമ്പോൾ മെയിൻലി 2 ട്രെയിലറുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ട്രെയിലർ ടീസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് അജിത്തിൻ്റെ ഹൈ എക്സ്പെക്റ്റേഷൻ കൂടിയിരിക്കുന്ന സിനിമ വിടാമുയർച്ചി എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൻ്റെ ട്രെയിലറിലേക്ക് നമുക്ക് அவன் என்னை பார்க்கும்போது யூனோ அந்த மொமெண்ட், அந்த இமேஜ் அவனுக்கு ஆயுஷ்க்கும் மறக்கக்கூடாது. அதான் டெஸ்டினி. ஐ எம் சோ லாஸ்ட். எனக்கு இந்த ஜெனரேஷன் பற்றி தெரியாது கைல். ஆனால் நாம் சின்ன பிள்ளையா இருந்தப்ப வாட்ச் கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், டிவி கெட்டு போச்சுன்னா ரிப்பேர் பண்ணுவோம், தூக்கி போட மாட்டோம். This is my husband Rakshit. In Azerbaijan, crime rate low. கொஞ்ச நேரமாவே பிரச்சனை பண்ணிட்டு இருக்காங்க. They're drunk. அந்த மாதிரி பொம்பளைங்க வாழவே கூடாது. இதை ஸ்கெட்ச் போட்டு கொடுத்ததே போலீஸ் தான் சார். Böyle şeyler olur. I will shoot! I am not here to fight. Officer down! Officer down! What is your problem? கொஞ்ச நாளா என் உலகமே என்ன சுத்தி நொறுங்கிட்டு இருக்கு. உங்க கோவம் எனக்கு புரியுது. சேஃப்டி கேமரா. അപ്പോൾ ഇത് വിടാമുയർച്ചി എന്ന് പറഞ്ഞാൽ പെർസീവറൻസ് എന്ന് പറയും. നമ്മൾ വീണ്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും മുയർച്ചി ശ്രമം, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഡയലോഗിൽ അജിത്ത് പറയുന്നുണ്ട്, അവരുടെ ജനറേഷനിൽ ടി വി ചീത്തയാൽ ടി വി ശരിയാക്കും, വാച്ച് ശരിയാക്കും, ഒന്ന് അപ്പം തന്നെ ചീത്തയെന്ന് പറഞ്ഞെടുത്ത് കളയാറില്ല എന്ന് അജിത്ത് പറയുന്നുണ്ട്. സിനിമ ഫെബ്രുവരി 6 തിയേറ്ററിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ട്രെയിലറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കിടിലൻ ട്രെയിലർ. കാര്യം ഈ ട്രെയിലറിലുടനീളം അജിത്തിനെ പൊക്കി അടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡത്തിനെ പൊക്കി പറയുന്ന രീതിയിലോ ഒന്നുമുള്ള ഷോർട്സോ അല്ലെങ്കിൽ ഡയലോഗുകളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്
ക്വാളിറ്റി ഷോട്ട്സിലും ക്വാളിറ്റി മേക്കിങ്ങിലും ഫോക്കസ് ചെയ്താണ്. അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ, മകൾ തിരുമേനിയാണ് ഇതിൻ്റെ ഡയറക്ടർ, അങ്ങനെ ഒരു ഡയറക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിന് ഈ ചിത്രത്തിനെ പറ്റി നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതായത് അജിത്ത് എന്ന് പറഞ്ഞ ആക്ടർ തൻ്റെ സിനിമയ്ക്ക് വളരെ പ്ലസ് നൽകുന്ന ഒരു എലമെൻ്റാണ്. പക്ഷേ ഓൺ പാർ വിത്ത് ദാറ്റ് മൈ മേക്കിംഗ് സ്കിൽസ് ആർ ഓൾസോ ഗുഡ് എന്ന് നല്ല കോൺഫിഡൻസ് ഉള്ള ഡയറക്ടർ ആയിരിക്കും ഇങ്ങനെ ഒരു ട്രെയിലർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അജിത്ത്, വിജയ് പോലുള്ളവരുടെ സിനിമകൾ വരുമ്പോൾ അവരുടെ ക്യാരക്ടറിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ നമ്മൾ ഈ ട്രെയിലർ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അജിത്തിൻ്റെ ക്യാരക്ടറിനേക്കാളും കൂടുതൽ ഇതൊരു ഇൻ്റർനാഷണൽ സെറ്റിങ്സിലുള്ള വലിയ ക്യാൻവാസിലുള്ള നമ്മൾ ഇതുവരെ കാണാത്ത സീക്വൻസുകളൊക്കെ ഉള്ള ഒരു പടമായിരിക്കും എന്നുള്ള തോന്നലാണ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഡയറക്ടർ എക്സ്ക്യൂസ് മീ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലിലാണ്. എന്തായാലും പടം ഗംഭീരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാളിപ്പോവാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒരേ ടെമ്പോയും പേസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സെക്കൻഡ് ഹാഫ് മോശമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് മോശമാണെന്നൊക്കെ തോന്നും. എന്തായാലും അതൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ടുള്ള ഒരു പടമായി മാറുന്നു. അർജുനുണ്ട്, തൃശ്ശയുണ്ട്, അജിത്തുണ്ട്. അപ്പോൾ നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നല്ല വിഷ്വൽസും ഡയറക്ഷനും ഒക്കെ ആണെങ്കിൽ പടം കൊളുത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയായ ജയിലർ 2-ൻ്റെ അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ടീസർ വീഡിയോയിലേക്കാണ്. வங்கக்கடலில் நிலவி வந்த பெங்கல் புயல் கரை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்துள்ளது. மறுபடியும் சைக்ளோனா? நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில் தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டின்னு வந்திருக்கிறேன். ஜி, அங்கே மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாமல்? நம்ம இருந்தால் என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிளோட சுற்றி தூக்கி போட்டுருவார். ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம ஏன் இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்கூடாது? உங்களுக்கு என்ன ஜி, வர ஏதாவது ஒன்று ரிலீஸ் பண்ணுறீங்க, நமக்கு அப்படியா? கடைசியாக என் படம் வந்ததுக்கப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே, ஒரு 5 மினிட்ஸ் அப்படியே சைலண்டாக மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு, மெடிடேஷன் பண்ணி தான் மாட்டிருக்கலாம். கால கண்ணாடியில் என்னெல்லாம் தெரிஞ்சு எட்டி பார்ப்போம். அப்பா ஷிட் மா அப்பா காட் லவ் யூ. பாருங்களேன், இது பாக்கெட்லேருந்து கீழே வந்தது கூட தெரியாமல் போயினுக்கிறாரு. அப் टाइगर का हुक्म. അപ്പോൾ എന്തായാലും ഈ ജയിലർ 2-ൻ്റെ ടീസർ അനൗൺസ്മെൻറ്റ് ഗംഭീര സാധനമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ
എല്ലാ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും തകർത്താണ് ജയിലർ 2 അതിൻ്റെ ബോക്സ് ഓഫീസ് റൺ ഫിനിഷ് ചെയ്തത്. വലിയ ഹിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു. പിന്നെ ആ മിസൈൽ വരുന്നിടത്ത് കണ്ണാടി ഊരി കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ പാർട്ടിലുണ്ടായിരുന്ന പോലെ തന്നെ ഗംഭീരമായ ഗസ്റ്റ് റോളുകൾ ഈ പാർട്ടിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇപ്പോൾ തെലുങ്കായാലും മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും എല്ലാവരും കൂടുതൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗസ്റ്റ് റോൾ ചെയ്യാനും അല്ലെങ്കിൽ ഒരു എലോങ്ങേറ്റഡ് ഗസ്റ്റ് റോൾ ചെയ്യാനും ഒക്കെ എക്സ്റ്റൻഡഡ് ഗസ്റ്റ് റോൾ ചെയ്യാനുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അതിശയപ്പെടേണ്ട കാര്യമില്ല. ഈ സിനിമയിൽ അതുപോലെ തന്നെയുള്ള നല്ല കിടിലൻ ഗസ്റ്റ് റോൾസ് ഉണ്ടാകുമെന്ന് അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും പടം വരുന്നവരെ കാത്തിരിക്കുക. ഇപ്പോൾ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മേ ബി ദീപാവലി ടൈം ആയിരിക്കാം. ഇപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 to 8 months ടൈം ഫ്രെയിം നോക്കിയാൽ ദീപാവലിയാണ് അതിൻ്റെ ഒരു ഓപ്റ്റിമൽ ടൈം. അപ്പോൾ തന്നെ ആയിരിക്കും പടം റിലീസാവുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തമിഴ് ടീസറുകൾ ഇനി ഇവിടെ കഴിഞ്ഞു. നമുക്കിനി മലയാളം ട്രെയിലർ ടീസറിലേക്ക് പോകാം. അപ്പോൾ മലയാളത്തിൻ്റെ ട്രെയിലറിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ 2 ട്രെയിലറാണ് നമ്മളിന്ന് മലയാളത്തിൻ്റേതായി നോക്കുന്നത്. ഒന്ന് മമ്മൂക്ക നായകനായി വരുന്ന ഗൗതം വാസുദേവൻ ഡയറക്റ്റ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ട്രെയിലറിലേക്ക് പോകാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഈ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനൊക്കെ, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി, ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പിടിച്ച് മുളത്തി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. I need those papers. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത്. ഇപ്പോഴേ ബാങ്ക് മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. ഒന്നും മിണ്ടായിരിക്കലോ. You don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി? ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. അപ്പോൾ മമ്മൂക്ക ഒരു ഡ്രീം റൺ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ പെർഫോമൻസുകളുടെ കാര്യത്തിലായാലും കഴിഞ്ഞ 2-3 years വന്നിട്ടുള്ള പുള്ളിയുടെ എല്ലാ മൂവികളും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ മൂവീസും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ ഗൗതം വാസുദേവനാണ് അതിൻ്റെ ഡിറക്ഷൻ. അതതിൻ്റെ ഫ്രെയിമുകളിൽ കാണാനുണ്ട്. കളർ ഗ്രേഡിങ്ങും കളർ കോമ്പിനേഷൻസും എല്ലാം ആ ഒരു ക്വാളിറ്റി, ഗൗതം വാസുദേവൻ്റെ ഡയറക്ഷൻ ക്വാളിറ്റി കാണാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള സിനിമകളൊന്നും ഭയങ്കരമായ ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്ന സിനിമകളല്ല. പല സിനിമകളും അദ്ദേഹത്തിൻ്റെ ആദ്യം വന്ന സിനിമകളിൽ അത്രയും ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നുമില്ല. പക്ഷേ ഈ സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ത്രെഡാണെന്ന് തോന്നുന്നു. അതായത് ഭയങ്കര തള്ളുന്ന ഒരു പോലീസുകാരൻ, ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം തള്ളിമറിക്കുന്ന ഒരു പോലീസുകാരൻ. അയാൾ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുന്ന ആളാണ് ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇവർക്ക് ഒരു ലേഡീസ് പേഴ്സ് കിട്ടുകയും അതിനെ പിന്നെ ചുറ്റിപ്പറ്റി അന്വേഷണം മുന്നോട്ട് പോകുന്നതൊക്കെയാണ്. ഇതിൻ്റെ പ്ലോട്ട്, ഇതിൻ്റെ ഒരു 1 line പ്ലോട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഓഡിയൻസ് ഒരു തിയേറ്ററിൽ വന്നൊരു സിനിമ കണ്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു സാധനം നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നു. പിന്നെ എൻഗേജിങ് ആയിട്ട് സിനിമ മുന്നോട്ട് പോകുന്നു. ഒരു ഇൻ്റർവെൽ കഴിഞ്ഞു പോകുന്നു. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹിറ്റാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ഈ ലാഗ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇതിങ്ങനെ നമുക്ക് ഓഡിയൻസിന് എപ്പോഴും ഒരു മുൾമുനയിൽ നിർത്തുന്ന സാധനങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കണം സിനിമയിൽ. അല്ലെങ്കിൽ അങ്ങനത്തെ വിഷ്വൽസും സ്ക്രീൻ പ്ലേയിൽ അങ്ങനെ എലമെൻറ്റ്സും ഒക്കെ വന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഓഡിയൻസ് പെട്ടെന്ന് ഡിറ്റാച്ച് ആയി പോവുകയും ഇതൊരു വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടാതെ പോവുകയും ചെയ്യും. 23-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്, അടുത്ത ആഴ്ച.
എന്നാലും നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. പ്രതീക്ഷകൾ എനിക്കുണ്ടോ എന്ന് ഞാനൊരു മമ്മൂക്ക ഫാനാണ്. സോ പ്രതീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷകളുണ്ട്, പക്ഷേ വളരെ ട്രിംഡായ പ്രതീക്ഷകളാണ്. ഒരു നല്ല സിനിമ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നല്ല അഭിനയ മുഹൂർത്തങ്ങൾ, നല്ല കോമഡി സീക്വൻസുകളുള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ. അത്തരം സിനിമകൾ കാണുമല്ലോ ഇപ്പോൾ മലയാളത്തിൽ കൂടുതലും മാർക്കറ്റുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു സിനിമ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ട്രെയിലറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ മലയാളത്തിൽ നിന്ന് നമുക്ക് അടുത്ത് പോകുന്ന സിനിമ ദ സീക്രട്ട് ഓഫ് വുമൺ എന്ന ചിത്രമാണ്. അപ്പോൾ ചിത്രം ഒരുപാട് അവാർഡുകൾ നേടുകയും ഒരുപാട് നിരൂപക പ്രശംസ നേടുകയും ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ സിനിമയുടെ ട്രെയിലറിലേക്ക് നമുക്ക് പോകാം. എൻ്റെ ജീവിതത്തിൽ പ്രൈവസി എന്ന് പറഞ്ഞ സാധനം ഇപ്പം ഇല്ല. ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടീനെ കുഴിച്ചിട്ടിട്ട് ചെമ്പരത്തി നട്ടു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതിനെന്തോ ഒരു ആഴുണ്ടാവും. എനിക്ക് ജീവിക്കണം. സാറേ ഉള്ളത് പറയാലോ, അവന് പൊതുവെ സ്ത്രീകളോട് വലിയ താല്പര്യമൊന്നും. പിന്നെ അവനെന്താ ഗേ ആണോ? ഓ കള്ളനാണ് സാറേ. ഓൻ്റെ മുടി, താടി, മൊത്ത കളലക്ഷണം. ഞാൻ ഫ്ലാറ്റിൻ്റെ താഴെയുണ്ട്. നിങ്ങളാരാ? പ്രജേഷ് എന്നാണ് സിനിമയുടെ ഡിറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിരഞ്ജന അനൂപും അനിൽ കൃഷ്ണയുമാണ് നായികന്മാരായെത്തുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്ലോട്ടാണെന്ന് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ട്രെയിലർ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു കഥ ഇതായിരിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിങ്ങും കാര്യങ്ങളെല്ലാം. പക്ഷെ നല്ല ഫ്രെയിമുകളാണ് സിനിമയ്ക്കകത്ത്. കാരണം ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഷോട്ട്സിൽ കൂടുതലും വളരെ ക്ലോസ് ആംഗിളായിട്ടുള്ള ഷോട്ട്സാണ്, വളരെ ക്ലോസ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ വച്ചിരിക്കുന്ന ഷോട്ട്സാണ്. അപ്പം അങ്ങനെ ഉള്ള ഷോട്ട്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിലറിൽ സാധാരണ നമുക്ക് ഭയങ്കര നിഗൂഢ ഭാവമുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനായിരിക്കും സാധാരണ അവർ പറയുന്നത്. ഒരു നോർമൽ ട്രെൻഡ് അങ്ങനെയാണ്. അപ്പോൾ ഇതും സീക്രട്ട് ഓഫ് വുമൺ എന്ന് പറയുന്ന സിനിമയും ഗംഭീരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇതിൻ്റെ ഡയറക്ടറുടെ മുമ്പുള്ള സിനിമകൾ ക്യാപ്റ്റൻ ജയസൂര്യയുടെ തന്നെ വെള്ളം, മേരി ആവാസുനു, അതെല്ലാം നല്ല കഥകളുള്ള നല്ല സിനിമകളായിരുന്നു. ഈ സിനിമ അതുവരെ ട്രീറ്റ് ചെയ്ത് വന്ന ജോണറുകളിൽ നിന്നും ഡിഫറൻ്റായ ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ മൂഡിൽ പോകുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. എന്നാണ് റിലീസെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തായാലും തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, ചെറിയ ചെറിയ സിനിമകൾ തിയേറ്ററുകളിൽ വരുമ്പോഴേക്കും നമ്മളത് മിസ് ചെയ്ത് പോവുകയും അല്ലെങ്കിൽ കാണാതെ പോവുകയും ചെയ്യും. പിന്നീട് OTTയിൽ കാണുമ്പോൾ നമുക്കൊന്ന് ഇത് ഗംഭീര പടമായിരുന്നല്ലോ, നമ്മളെങ്ങനെ തിയേറ്ററിൽ മിസ് ചെയ്ത് പോയെന്ന് തോന്നും. അപ്പോൾ തിയേറ്ററിൽ റിലീസാകുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ട്രെയിലറിൽ അതിനുള്ള എല്ലാ എലമെൻസും ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂവേഴ്സ് സിനിമയെപ്പറ്റി ഒരു അഭിപ്രായം പറയുമ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ എപ്പോഴും ഒരു സിനിമയെ നിങ്ങൾ വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് സമീപിക്കുക. സിനിമ മോശമാവാം നല്ലതാവാം, പക്ഷേ വളരെ ഓപ്പൺ ഹാർട്ടഡായിട്ട് സമീപിക്കുക. ഒരു പ്രീ ജഡ്ജ്മെൻറ്റലായിട്ട് ഒരു പ്രജുഡിസോടുകൂടി സിനിമയെ സമീപിക്കാതിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഫ്ലേവേഴ്സും ടേസ്റ്റും എല്ലാം ഡിഫറെൻ്റാണ്. പലതരത്തിലുള്ള സിനിമകൾ കാണുന്ന ആൾക്കാരാണ്, പലതരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എന്തായാലും ആ ഒരു റിവ്യൂസൊക്കെ കണ്ടിട്ട് ആ ഒരു പ്രീ ജഡ്ജ്മെൻറ്റിലോടുകൂടി സിനിമയെ സമീപിക്കാതെ വളരെ ഓപ്പൺ ഹാർട്ടായിട്ട് സിനിമയെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ട്രെയിലറിൻ്റെ മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെയ്ക്കും ബൈ.